മുന്നണിക്കകത്ത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ നടക്കുന്ന ഒരു പോര്, അതിലിപ്പോൾ യുവജന സംഘടനകൾ അടക്കം കക്ഷി ചേരുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPIM CPI പോരിൽ ഭാഗം ചേർന്ന് യുവജന സംഘടനകൾ. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ FB പോസ്റ്റിനടിയിൽ DYFI സംസ്ഥാന സെക്രട്ടറി M വിജിന്റെ കമന്റ്. ആപത്തിൽ സഹായത്തിനെത്താത്ത സുഹൃത്ത് നല്ല സുഹൃത്തല്ലെന്നാണ് ഓർമ്മപ്പെടുത്തൽ. മല്ലനും മാധവനും കഥ പരാമർശിച്ചാണ് M വിജിന്റെ പ്രതികരണം. നേട്ടം മാത്രമല്ല നഷ്ടവും പങ്കിടലാണ് മര്യാദ എന്നും മറുപടി. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ജിസ്മോന്റെ പോസ്റ്റിന് താഴെ വിജിന്റെ കമന്റ് കൂടിയാകുമ്പോൾ ഈ വിഷയം യുവജന സംഘടനകൾ കൂടി ഏറ്റെടുക്കുന്നു അല്ലേ? റോഷ്നി, അങ്ങനെ തന്നെ കാണേണ്ടി വരും. നിലവിൽ CPIM-ഉം CPI-യും തമ്മിലായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ CPI-ക്കെതിരെ ചില രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറയുകയായിരുന്നു TT ജിസ്മോൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്തത്. അതിനടിയിലാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി M വിജിൻ മറുപടിയുമായി രംഗത്ത് വന്നത്. അതിൽ നേട്ടം മാത്രമല്ല, ഒപ്പം നിന്ന് നേട്ടത്തിന്റെ ഭാഗമാകുക മാത്രമല്ല കോട്ടത്തിന്റെ കൂടി ഭാഗമാകണം എന്ന് പറഞ്ഞ് മല്ലനും മാധവനും കഥ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിമർശനമാണ് നടത്തിയിരുന്നത്. ആ വിമർശനം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ചിന്ത ജെറോം ഷെയർ ചെയ്തിട്ടുമുണ്ട്. അതായത് ഇതിനകത്ത് ഇനി വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായി വരാനുള്ളത്. എത്ര രൂക്ഷമായിട്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച തർക്കം മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ ഉദാഹരണമാണിത്. ഇതിന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരോക്ഷമായ മറുപടിയും നൽകിയിട്ടുണ്ട്. ബിനോയ് വിശ്വം ദീർഘമായ മറുപടി നൽകിയില്ലെങ്കിൽ പോലും CPM CPI ബന്ധത്തിന്റെ രാഷ്ട്രീയം അറിയാത്തവരാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് എന്ന് പറഞ്ഞ് വിജിന്റെ കമന്റിനെ തള്ളി ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് വൈക്കത്ത് രംഗത്ത് വന്നിട്ടുമുണ്ട്. ശരി, അപ്പൊ ഫേസ്ബുക്കിലും ഈ ഒരു പോര് തുടരുകയാണ്. അതിൽ പലരും യുവജന സംഘടനകളിൽ നിന്നുള്ളവർ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ്. റഹീസ് റഷീദാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്.